ഹായ്. വാഴ 2 എന്ന സിനിമയ്ക്ക് ഇപ്പോഴും ഓരോ ദിവസവും ഓരോ കോടി വെച്ച് കളക്ഷൻ കൂടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും അത് ഞെട്ടലോടെ ആയിരിക്കും കേൾക്കുക. ഇപ്പോഴും വാഴ 2-ന് ഓരോ ദിവസവും ഓരോ കോടി വെച്ച് കളക്ഷനോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ചിന്ത. എന്നാൽ അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും ഓരോ ദിവസവും ഓരോ കോടി വെച്ച് കളക്ഷൻ കൂടുന്നുണ്ട്. അതായത് ദൃശ്യം 3 എത്ര ദിവസം ഓടുന്നോ അത്രയും ദിവസവും വാഴ 2-നും ഓരോ ദിവസവും ഓരോ കോടി വെച്ച് കളക്ഷൻ കൂടുന്നുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. വാഴ 2 മികച്ച സിനിമയാണ്, എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ട സിനിമയാണ്, സിനിമ വലിയ വിജയമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയുമാണ് ഈ പറയുന്ന വാഴ 2. പക്ഷെ സിനിമയുടെ കളക്ഷൻ പറയുമ്പോൾ അത് കൃത്യമായിരിക്കണം. അവിടെ മികച്ച സിനിമയാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം, സിനിമയ്ക്ക് എത്ര കളക്ഷൻ വന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൃത്യമായിരിക്കണം കളക്ഷൻ. പല ആൾക്കാരും പല സൈറ്റാണ് കളക്ഷൻ പറയാൻ ആശ്രയിക്കുന്നത്. ഇപ്പോ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും സിനിമകളുടെ കളക്ഷൻ പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട്. തമിഴിൽ ബ്ലൂ തക്കാളി, അങ്ങനെ ഒരുപാട് ചാനലുകൾ തെലുങ്കിലുണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്. ഇതിലെ ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത്, അതായത് ട്രാക്കിംഗ് കളക്ഷൻ പറയുന്നത് ഒന്ന് IMDb അല്ലെങ്കിൽ സാക് മിൽക്ക്. ഇവരുടെ കണക്കായിരിക്കാം ഇവരെല്ലാവരും പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവര് ഇന്ത്യൻ സിനിമകളുടെ എല്ലാം കളക്ഷൻ കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദേശ സിനിമകളുടെയും കളക്ഷനെ കുറിച്ച് ഇവർ സംസാരിക്കും. അതുകൊണ്ടാണ് ഇവരെ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത്. തീർച്ചയായും ഞാൻ കളക്ഷൻ പറയാൻ ആശ്രയിക്കുന്നത് IMDbയും അതുപോലെ സാക് മിൽക്കിന്റെയും കണക്കാണ്. IMDbയിലും സാക് മിൽക്കിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വാഴ 2 എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ 235 കോടി 26 ലക്ഷമാണ് എന്ന്. അതുപോലെ തന്നെ ദൃശ്യം 3 19 ദിവസം കൊണ്ട് ഈ കളക്ഷൻ റെക്കോർഡ് മറികടന്നു. 19 ദിവസം കൊണ്ട് 235 കോടി 55 ലക്ഷമാണ് ദൃശ്യം 3യുടെ കളക്ഷൻ എന്ന്. ഇപ്പോ 236 കോടി ദൃശ്യം 3 കടന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും സാക് മിൽക്ക് കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ മലയാളത്തിൽ കളക്ഷൻ പറയുന്ന ചില ചാനലുകൾ പറയുന്നു ദൃശ്യം 3 233 കോടിയേ ആയിട്ടുള്ളൂ, ഇതുവരെയും വാഴ 2-നെ മറികടന്നിട്ടില്ല, തുടരും എന്ന സിനിമയെ മാത്രമേ മറികടന്നിട്ടുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ സാക് മിൽക്കിന്റെയും IMDbയുടെയും കണക്കിൽ തുടരും എന്ന സിനിമ വാഴ 2-നേക്കാളും 12 ലക്ഷം കൂടുതലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് തുടരും എന്ന സിനിമയെക്കാളും 12 ലക്ഷം താഴെയാണ് വാഴ 2-ന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം വരുന്നത്? മലയാള സിനിമകളുടെ കണക്ക് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ജസീൽ മുഹമ്മദ്, അങ്ങനെ എന്തോ ആണ് ആ ഫേസ്ബുക്ക് പേജ്. അതിൽ വരുന്ന കണക്കാണ് ഇവരെടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അവരെന്ത് പറയുന്നോ അതാണ് ഇവര് വീഡിയോ ആയി ചെയ്യുന്നത്. അയാളുടെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പേജ് മുൻപ് തുടരും എന്ന സിനിമയുടെ കളക്ഷൻ 235 കോടിക്ക് മുകളിൽ എന്ന് ആദ്യം കൊടുത്തു. വാഴ 2 ഇറങ്ങിയതിന് ശേഷം അതിന്റെ ഫൈനൽ കളക്ഷൻ വന്നു. അപ്പോൾ 235 കോടിക്ക് മുകളിൽ വാഴ 2-ന്റെ കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് തുടരും എന്ന സിനിമയുടെ കളക്ഷൻ 234 കോടിയാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതായത് തുടരും എന്ന സിനിമ വാഴ 2-ന് താഴെയായി മാറുന്നു. ഇപ്പോൾ ദൃശ്യം 3യുടെ കളക്ഷൻ ഓരോ ദിവസവും ഇച്ചിരി കുറച്ച് 233 കോടി മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ അവർക്ക് കൃത്യമായി അറിയാം ദൃശ്യം 3 235 കോടിയും കടന്ന് മുന്നോട്ട് പോകും എന്ന്. ഇപ്പോൾ വാഴ 2-ന്റെ ഫൈനൽ കളക്ഷനായിട്ട് 237 കോടിയാണ് അവർ കാണിക്കുന്നത്. അതായത് ദൃശ്യം 3ക്ക് വാഴ 2-നെ മറികടക്കാൻ സാധിക്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പോ 239 കോടിയിലേക്കും വാഴ 2-ന്റെ കളക്ഷനെ എത്തിച്ചിരിക്കുന്നു. ഇവിടെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. 2026-ലെ ഏറ്റവും വലിയ പണംവാരിപ്പടം അത് ദൃശ്യമാവരുത്, അതിനു മുകളിൽ വാഴ 2-നെ പ്രതിഷ്ഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഇതിന് പിന്നിൽ. ഇപ്പൊ എന്തുകൊണ്ട് 239 കോടി എന്ന് പറയാനുള്ള കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം 3ക്ക് ഇപ്പോഴും ദിവസം 60 ലക്ഷത്തിൽ കൂടുതൽ കളക്ഷൻ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ 237 കോടിയും കഴിഞ്ഞ്, അതായത് അവരുടെ കണക്കിൽ 237 കോടിയും കടന്ന് മുന്നോട്ട് പോകും. അപ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടിയാണ് 239 കോടി എന്ന് പറയുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് 241 ആവും, 250 ആവും. അതായത് വാഴ 2-ന്റെ കളക്ഷൻ ദിനം പ്രതി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരാളും വിശ്വസിക്കരുത്. ഇത്തരം പേജുകൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ജെന്യൂൻ ആയിട്ടുള്ള കളക്ഷൻ അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. സാക് മിൽക്ക് പോലെ IMDb പോലെ വലിയ വലിയ സൈറ്റുകൾ ഇവിടെ കൃത്യമായി ഓരോ സിനിമകളുടെയും കളക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ത്യയിലെ എല്ലാ കളക്ഷൻ പറയുന്ന ചാനലുകളും ആശ്രയിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇത്തരം സൈറ്റുകളെ, അതായത് ചെറുകിട സൈറ്റുകളെ, അവരുടെ ചിന്ത പോലെ നടക്കുന്ന ചാനലുകളെ ആശ്രയിക്കുന്നത്. അത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്.
അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു, ദൃശ്യം 3 വാഴ 2 മറികടന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ചിരി വരും. ഇത്തരം ഫേസ്ബുക്ക് പേജിലെ കാര്യങ്ങൾ കണ്ട് ഇതാണ് സത്യം എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് തെറ്റാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ദൃശ്യം 3യുടെ കളക്ഷൻ എന്താണ്, വാഴ 2ന്റെ കളക്ഷൻ എന്താണ്, തുടരും എന്ന സിനിമയുടെ കളക്ഷൻ എന്താണ് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കേരള കളക്ഷനിൽ വാഴ 2 ബഹുദൂരം മുന്നിലാണ്. 129 കോടി 50 ലക്ഷം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ വിദേശ കളക്ഷനിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലും വാഴ 2 താഴെയാണ് എന്നുള്ളത് സാക് നിൽക്കും. അതുപോലെ IMDBയും റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ കേരളത്തിലെ കളക്ഷൻ പറയുന്ന ആ ഒരു പേജ് മാത്രം അവിടെയും ഗംഭീരമാണ് എന്ന തരത്തിലാക്കി വെച്ച് മറ്റുള്ള സിനിമകളെ താഴ്ത്തിക്കെട്ടാൻ, അതായത് വാഴ 2ന് മുകളിൽ ഈ സിനിമകൾ പോവാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും വിശ്വസിച്ച് കുറച്ച് യൂട്യൂബേഴ്സ് എടുത്ത് വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ ഉറപ്പിച്ചോളൂ, ദൃശ്യം 3 ഇനിയും കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്ന കളക്ഷനേക്കാളും മുകളിലായിരിക്കും വാഴ 2ന്റെ കളക്ഷൻ. ഓരോ ദിവസം കഴിയും തോറും വാഴ 2ന് കളക്ഷൻ കൂടിക്കൂടി വരും. അതങ്ങനെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.